ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറേ കാലമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ കഥ കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ജെനിയുടെയും വൈശാഖിൻ്റെയും കഥയാണ്. അപ്പോൾ ഞാനിനി പറയാൻ പോകുന്നത് വൈശാഖിൻ്റെ ശബ്ദത്തിലാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് 20 വയസ്സ് പ്രായമുള്ള സമയത്തായിരുന്നു അമ്മ കുറച്ച് അരിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പൊടിപ്പിക്കാൻ മില്ലിലേക്ക് പറഞ്ഞയച്ചത്. എനിക്കാണെന്നുണ്ടെങ്കിൽ മില്ലിൽ പോകാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു. മില്ലിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ജെനി ചേച്ചിയും ഉണ്ണിച്ചേട്ടനും കൂടിയായിരുന്നു. അവര് ഭാര്യ ഭർത്താക്കന്മാരായിരുന്നല്ലോ. അന്നത്തെ ദിവസം ഞാൻ അവിടേക്ക് ചെന്ന സമയത്ത് ജെനി ചേച്ചി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഉണ്ണിച്ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ കണ്ട സമയത്ത് തന്നെ ജെനി ചേച്ചിയോട് ചോദിച്ചു, എവിടെ ഉണ്ണിച്ചേട്ടൻ? ഇന്ന് ആളെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജെനി ചേച്ചി എന്നെ മറുപടി പറഞ്ഞു, ആള് ചിട്ടിയുടെ ആവശ്യത്തിന് മറ്റോ ബാങ്കിലും മറ്റോ പോയേക്ക. നീ എന്താ പൊടിപ്പിക്കാൻ വന്നതാണോ? ആ, കയ്യിലൊരു ബാണ്ടൊക്കെ ഉണ്ടല്ലോ എന്ന് ജെനി ചേച്ചി ഒരു കളിതമാശയോടെ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ജെനി ചേച്ചി നോക്കി പറഞ്ഞു, ചേച്ചി ഇപ്പോൾ ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒരു ഐശ്വര്യറായ ലുക്കൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ ജെനി ചേച്ചി എടുത്ത് കണ്ണു നോക്കി തന്നെ പറഞ്ഞു. ഒന്ന് പോടെ ചെറുക്ക, ഒരു ഐശ്വര്യറായി. നീ വെറുതെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ കാടുകയറി പോകണ്ട കേട്ടല്ലോ. ജെനി ചേച്ചി ആ സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ ജെനി ചേച്ചിയെ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുഖത്ത് ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. പിന്നെ കവിള് ഒരു സ്വല്പം ചാടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വന്നാലും ചേച്ചി ഒരു കാച്ചി എണ്ണ തേച്ചിട്ടാണ് അങ്ങനെ നിൽക്കാറ്. പക്ഷേ ഇന്നൊരു വ്യത്യാസമുണ്ട്. ചേച്ചി ഇന്ന് ഷാമ്പു ഇട്ടാണ് മുടി തേച്ച് കഴിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടിയെല്ലാം പാറിപ്പറന്ന് കിടക്കുകയായിരുന്നു. പിന്നെ ചേച്ചി ഇന്ന് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുണ്ട്. എന്തോ മുഖത്തിട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ എന്നത്തെ പോലെയും മാക്സ് ഇല്ലായിരുന്നു ഇന്നത്തെ വേഷം. ചേച്ചി ഇന്നിട്ടത് ഒരു ചുരിദാറായിരുന്നു. അതും പിങ്ക് കളറിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു ചുരിദാറ്. 35 കഴിഞ്ഞ സ്ത്രീകൾ ഏകദേശം ഇതുപോലൊരു പിങ്ക് ചുരിദാറിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു ജെനി ചേച്ചിക്കും. ഞാൻ നോക്കിയ സമയത്ത് ജെനി ചേച്ചി ബക്കറ്റ് എടുക്കാനോ മറ്റോ അകത്തേക്ക് കയറിപ്പോയി. എന്തോ പൊടിക്കലും കാര്യങ്ങളൊക്കെ ആ ഒരു ബക്കറ്റിലാണ് ചേച്ചി ചെയ്യാറ്. ആ സമയം ചേച്ചിയുടെ കഴുത്തേ കിടക്കുന്ന ആ ഒരു മാല ഞാൻ ശ്രദ്ധിച്ചു. നല്ല സ്വർണ്ണ തിളക്കമുള്ള മാലയാണ്, സ്വർണ്ണമാല തന്നെ. പിന്നെ കഴുത്തിൽ ആ ഒരു താലിയുണ്ട്. അതുകൊണ്ട് തന്നെ ജെനി ചേച്ചിയെ ആ സമയം കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത്യാവശ്യം നല്ല സുന്ദരി പെണ്ണിനെ പോലെ. പെട്ടെന്ന് ചേച്ചി എന്നോട് ചോദിച്ചു, എടാ നീ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനിവിടെ പൊടിപ്പിക്കാൻ വന്നല്ലേ, ഞാൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും ചേച്ചി ഇങ്ങനെ ഭക്ഷണം തന്ന് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടാക്കുമല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് അറിയാം നിൻ്റെ വിചാരങ്ങളും കാര്യങ്ങളൊക്കെ. നിനക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് കളിക്കാൻ പോകാനല്ലല്ലോ എന്ന് ചേച്ചി എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, അതെ ചേച്ചി എന്നെ മനസ്സിലായല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതില്ലാതെ പറ്റത്തില്ല. എന്തെങ്കിലും ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സമയം കാര്യങ്ങളൊക്കെ പോകും. ഇവിടാണെന്നുണ്ടെങ്കിൽ ആ സമയം ആവുന്ന സമയത്ത് തന്നെ പൊടിപ്പിക്കാനും പിടിപ്പിക്കാനും ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. പിന്നെ ഇവിടെ അവസ്ഥ. അത് കേട്ട സമയത്ത് തന്നെ ചേച്ചി പെട്ടെന്ന് തന്നെ പറഞ്ഞു, ആ അതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിനക്ക് ക്രിക്കറ്റ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കളിച്ചൂടെ? പിന്നെന്താ അവിടെ തന്നെ പോയി കളിക്കണമെന്ന്? പെട്ടെന്ന് ഞാൻ ചേച്ചി നോക്കി ഒന്ന് അത്ഭുതപ്പെട്ടു. ജെനി ചേച്ചി ഇതെന്താണ് ഈ പറയുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാനാണ് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. എന്താടാ ഇങ്ങനെ നോക്കുന്നേ ചേച്ചി എന്നോട് ചോദിച്ചു. ആ സമയത്ത് തന്നെ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, ഇവിടെ എന്ത് ക്രിക്കറ്റ് കളിക്കാനാ ചേച്ചി? ക്രിക്കറ്റ് കളിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 2 ആളെന്തൊക്കെയാലും വേണം. പിന്നെ ഒരു ബാറ്റും പിന്നെ ഒരു ബോളും വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ക്രിക്കറ്റ് കളിക്കാൻ പറ്റൂ. ഇതൊന്നുമില്ലാതെ ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല കേട്ടോ എന്ന് ഞാൻ പറയുന്ന സമയത്ത് ജെനി ചേച്ചി എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. നീ ഒരു പൊട്ടച്ചെറുക്കനാണല്ലോ, നിനക്കെന്താ കണ്ണൊന്നും കാണത്തില്ല എൻ്റെ കുട്ട എന്ന് ജെനി ചേച്ചി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനായി. ചേച്ചി എന്തായി ഉദ്ദേശിക്കുന്നതെന്ന്. ശരിക്കും എന്തായിരിക്കും ചേച്ചി ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചേച്ചി എന്നെ നോക്കി മുഖത്ത് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചി ഇങ്ങനെ നോക്കി നിന്ന് പോയി. കാരണം ചിരിക്കുന്ന ജെനി ചേച്ചിയെ കാണാൻ അതിമനോഹരമാണ്. അത്യാവശ്യം മുല്ലപ്പൂവിൻ്റെ പല്ലുകളും റോസാപ്പൂവിൻ്റെ നിറമുള്ള ആ ഒരു ചുണ്ടുകളും എല്ലാം ആവുമ്പോൾ തന്നെ ഒരു പെണ്ണിനൊരു ചന്തം കൂടുതലാണല്ലോ. അതേപോലെ തന്നെയായിരുന്നു ജെനി ചേച്ചിയുടെ കാര്യവും.
ചേച്ചിയുടെ ചിരി കുറേ സമയം ഞാനിങ്ങനെ നോക്കി നിന്നിട്ട് ചോദിച്ചു, ചേച്ചി എന്തെങ്ങനെയാ ചിരിക്കുന്നേ എന്ന് ചോദിക്കുന്ന സമയത്ത് ചേച്ചി തന്നെ എനിക്ക് മറുപടി തന്നു. എൻ്റെ പൊന്നു ചെക്ക, ദേ താ കിടക്കുന്ന മടല് കണ്ടോ, അത് വെട്ടിയിട്ട് നിനക്കത് ബാറ്റാക്കി കൂടെ? പിന്നെ ബോളിൻ്റെ കാര്യമാണോ? ദേ തൊട്ടപ്പുറത്തെ കടയിൽ കാണും 10 രൂപയുടെയോ 20 രൂപയുടെ ബോള്, അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നിനക്ക് ക്രിക്കറ്റ് കളിച്ചൂടെ എന്ന് ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ ചേച്ചിയെ നോക്കി നിന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ പിന്നെ ആരെ കിട്ടും കൂടെ കളിക്കാനായിട്ട്? അപ്പോൾ അതെന്താ ചെയ്യുക എന്ന് ചേച്ചിയോട് ഞാൻ ചോദിക്കുമ്പോൾ ജിനി ചേച്ചി വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിവിടെ ചുമ്മാ നിൽക്കുന്ന കണ്ടില്ലേ, ഞാനിവിടെ നിൻ്റെ കൂടെ കൂടാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഒരാളായില്ലേ എന്നൊക്കെ ജിനി ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ചേച്ചി പറയുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കളിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് ചേച്ചി അടുത്ത് പറയുമ്പോൾ ചേച്ചി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനും കണ്ടിട്ടുള്ളതാ, ചെറുപ്പത്തിലാണെങ്കിൽ ഞാനും കളിച്ചിട്ടുള്ള ഈ കളികളൊക്കെ, അതുകൊണ്ട് നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വേണ്ട, നീ പറയുന്നത് പോലെ ചെയ്. അപ്പോൾ എന്ന് പറയുന്ന സമയത്ത് ചേച്ചിയായിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ അരി പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതിപ്പോൾ ആര് വന്ന് ചെയ്യും, ഉണ്ണിച്ചേട്ടൻ വന്ന് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എന്നെ അടുത്ത് പറഞ്ഞു, അതൊന്നും വേണ്ട, അതങ്ങനെ ഇട്ടിട്ട് പോയാൽ മതി, പൊടിക്കേണ്ട സമയമാകുമ്പം അതങ്ങ് പൊടിച്ച് കിട്ടിക്കോളും, നീ പിന്നെ അങ്ങ് എടുത്തുകൊണ്ട് പോയാലും മതി, വാ നിന്റെ ആഗ്രഹം പോലെ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളും ഇവിടെ നടക്കട്ടെ എന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ചേച്ചി പറഞ്ഞത് കേട്ട് ഞാൻ നേരെ കാട്ടിലേക്ക് പോയി. എന്തിനാണെന്നറിയോ, അവിടുന്ന് കുറേ ഒരു കമ്പും പിന്നെ മടലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒടിച്ചെടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അവിടെ കിടന്നൊരു ഓലക്കീറ എടുത്തിട്ട് ശേഷം അതിൽ നിന്ന് മടൽ വെട്ടിയെടുത്തു, അതൊരു ചെറിയ ബാറ്റാക്കി എടുത്തു. പിന്നെ ഞാൻ പോയത് നേരെ കാട്ടിൻ്റെ ഇടയിലേക്കാണ്. അവിടെയാണല്ലോ ഈ പറയുന്ന സ്റ്റമ്പും കാര്യങ്ങളൊക്കെ കിട്ടുക. അതുകൊണ്ട് തന്നെ അകത്ത് കയറി സ്റ്റമ്പും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ 3 വലിയ സ്റ്റമ്പുകളായിരുന്നു. ഞാനത് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ അങ്ങനെ അടിച്ചു വെച്ചു. ഗ്രൗണ്ടൊന്നും പറയാൻ പറ്റില്ല, വീടുമുറ്റം തന്നെയാണ്, തൊട്ട് അയലത്ത് വീട്ടിലെങ്ങും ആരുമില്ല, പിന്നെ കുറച്ച് വിജനമായുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ക്രിക്കറ്റ് കളിക്കാൻ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെയാണ്. ഒരു ഗ്രാമീണ പ്രകൃതി അത് കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ തന്നെയായിരുന്നു ഞാൻ സ്റ്റമ്പ് അടിച്ചത്. പിന്നെ നേരെ അവിടെ നിന്ന് തന്നെ ചേച്ചി വിളിച്ചു, ജനി ചേച്ചി ഒന്ന് വായോ. ഞാനത് പറയുന്ന സമയത്ത് ജനി ചേച്ചി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം. എടാ താ വരുന്നു എന്ന് ജനിച്ചേച്ചി അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു. ആ സമയത്ത് ഞാൻ തന്നെ വിളിച്ചു കൂപ്പി, ഒന്ന് വാ എൻ്റെ ചേച്ചി, ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇനി ക്രിക്കറ്റ് കളി തുടങ്ങിയാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ചേച്ചി അവിടെ നിന്ന് നടന്നു വന്നു. എന്താണ് എൻ്റെ ചെക്ക, നീ ഇങ്ങനെ ധൃതി പിടിക്കുന്നേ, അവിടുത്തെ കാര്യങ്ങൾ എനിക്ക് നോക്കണ്ടേ, പിന്നെ ഉണ്ണിച്ചേട്ടൻ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം, ഇതൊക്കെ കഴിഞ്ഞിട്ടേ നിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് ചേച്ചി പറയുമ്പോൾ, ഇതൊന്നും ആയിരുന്നല്ലോ നേരത്തെ പറഞ്ഞത്, ചേച്ചി എന്തിനും റെഡിയാണെന്നൊക്കെയല്ലേ പറഞ്ഞത്, ഇപ്പം എന്താ മാറ്റി പറയുന്നേ എന്ന് ഞാൻ ചോദിച്ചു. അത് പറയുന്ന സമയത്ത് ഞാൻ ചേച്ചിയെ ഒന്ന് നോക്കി. എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചേച്ചി എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ ചേച്ചിയുടെ ലുക്കൊന്ന് നോക്കിയതാ, ഇതിട്ടുകൊണ്ടാണോ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വരുന്നത്, ചുരിദാർ ഇട്ടുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത്. ആ സമയത്ത് ചേച്ചി എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ചെക്ക, എൻ്റെ ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പെറ്റിക്കോട്ട് ഇട്ടുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കാനും പിന്നെ സാറ്റ് കളിക്കാനും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്, ഇപ്പം ചുരിദാറെങ്കിലും ആയില്ലേ. അങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നു. ആ സമയത്ത് എന്താണ് നീ ഇങ്ങനെ ആലോചിക്കുന്നത്, എന്തോ നീ മനസ്സിൽ ദുരുദ്ദേശത്തോടെ ആലോചിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി പെറ്റിക്കോട്ട് ഇട്ടുകൊണ്ട് അങ്ങനെ ഓടുകയാണെന്ന കാലം ഇങ്ങനെ ആലോചിച്ചത്, എന്ത് ഭംഗിയായിരിക്കും അല്ലേ ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി എന്നെ ചിരിച്ചു. നീ വെറുതെ കളിയൊക്കെ കണ്ടിച്ച് ചെക്ക എന്ന് ചേച്ചി എന്നോട് ചിരിച്ചുകൊണ്ട് ഒരു തല്ലോട് കൂടി എനിക്ക് തന്നു. ആ സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല, നമുക്ക് എങ്ങനെയും കളി തുടങ്ങാം എന്ന് പറഞ്ഞ് ചേച്ചി ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ക്രിക്കറ്റ് കളി തുടങ്ങിയ സമയത്ത് തന്നെ ചേച്ചി വാശി പിടിക്കാൻ തുടങ്ങി. അതെ, ബാറ്റിംഗ് എനിക്ക് തന്നെ വേണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വേണം ബാറ്റിംഗ്, ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ചേച്ചി വിടുന്നുണ്ടോ, ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതെ, എനിക്ക് ബാറ്റിംഗ് തന്നെ വേണം, അല്ലാതെ എനിക്കിങ്ങനെ പറ്റത്തില്ല എന്ന് ചേച്ചി പറയുന്ന സമയത്ത് എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ടോസ് ഇടാം എന്ന് ഞാൻ ചേച്ചിയോട് പറയുന്ന സമയത്ത് ചേച്ചി മനസ്സോടെയാണെന്നുണ്ടെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞാനൊരു പുഞ്ചിരിയോടെ എൻ്റെ കയ്യിലെ ഒരു നാണയം എടുത്തു വെച്ചു. ചേച്ചിക്ക് പൊടിക്കുന്ന സമയത്ത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഏകദേശം 1 രൂപയുടെ ഒരു നാണയം. അതിനുശേഷം ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ഇതിനകത്താണെന്നുണ്ടെങ്കിൽ 8 വീണാൽ ചേച്ചിക്ക് ബാറ്റിംഗ്, ഡെയിലി വീണാൽ എനിക്ക് ബാറ്റിംഗ്, അങ്ങനെയാണ് കണക്ക് എന്ന് ചേച്ചിയെടുത്ത് പറയുന്ന സമയത്ത് ചേച്ചി ഓക്കെ എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു ടോസ് ഇട്ടു.
ടെയിലാണ് വീണത്. ആ സമയത്ത് എനിക്കായിരുന്നു ബാറ്റിംഗ്. ചേച്ചി ആ നിമിഷത്ത് ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ വിഷമത്തോടെ ചേച്ചി ആ ബോൾ എടുക്കുന്ന സമയത്ത് ഞാൻ ചേച്ചിയെ നോക്കി. ചേച്ചി എന്താ മുഖത്തൊരു വിഷമം പോലെ, ബാറ്റിംഗ് കിട്ടാത്തതുകൊണ്ടാണോ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ചേച്ചിയുടെ പറഞ്ഞു, എന്നാ ചേച്ചി എന്നെ ബാറ്റ് ചെയ്തോ, ഞാൻ ബോൾ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പം ചേച്ചീൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു, വേണ്ട, നീ തന്നെ ബാറ്റ് ചെയ്താൽ മതി, നിനക്കല്ലേ ടെയിൽ വീണത്, അപ്പോൾ ടോസിനെ കിട്ടിക്കഴിഞ്ഞാൽ നീ ബാറ്റ് ചെയ്യണം എന്ന് ചേച്ചിയും പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ചേച്ചി ഓരോരോ ബോളുകൾ എറിയാൻ തുടങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അത് അടിച്ച് കളയാൻ തുടങ്ങി. പെട്ടെന്ന് ചേച്ചി അതെടുക്കാനായിട്ട് ഓടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി എനിക്കൊരു കൊച്ചുകുട്ടിയെ പോലെ തോന്നി. കാരണം പണ്ടെപ്പോഴോ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പെൺകുട്ടികളും ഓടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലായിരുന്നു ജനിച്ചു ഓടിയത്. അങ്ങനെ കുറേ സമയം ഞാനും ചേച്ചിയും കൂടെ ക്രിക്കറ്റ് കളിച്ചു. അങ്ങനെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വിയർത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് കുഴഞ്ഞ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേച്ചീനെ പറഞ്ഞു, എടാ നമുക്ക് നിർത്താം, ഇതിപ്പോൾ ഒരുപാട് സമയമായില്ലേ, ആണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ആകെ വഷളായി, ഇനിയിപ്പം എന്തെങ്കിലും ഒന്ന് ഫ്രഷ് ആവാം, അതായിരിക്കും നല്ലത് എന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി ഒരു കളിയും കൂടെ കളിച്ചിട്ട് പോവാം, നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പിന്നെ ഒരു മൂഡുണ്ടാവില്ല, അതെന്തെങ്കിലും നമുക്ക് നോക്കിയിട്ട് പോരെ. അപ്പോഴും ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാനാകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്, നമുക്കെന്തായാലും വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിയും അകത്തേക്ക് പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും അകത്തേക്ക് ചെല്ലുമ്പോൾ ചേച്ചി എനിക്ക് സ്ക്വാഷ് കളിക്കുന്നുണ്ടായിരുന്നു. എന്നാ നീ കുടിക്ക് എന്ന് പറഞ്ഞ് ചേച്ചി ഇത് എനിക്കെടുത്ത് തന്നു. ശേഷം ഞാൻ സ്ക്വാഷും കുടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേച്ചിയും ആകെ ക്ഷീണിച്ച് വിയർത്ത് ആ ഒരു സോഫയിൽ മാറിയിരുന്നു. പെട്ടെന്ന് ചേച്ചി എന്നെ നോക്കിയിട്ട് ചോദിച്ചു, എടച്ചക്ക നിനക്ക് പോകണ്ടേ, നീ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, കുറേ സമയമല്ലോ നീ ഇവിടെ വന്ന് കളിക്കാനൊക്കെ തുടങ്ങിയിട്ട്, പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ചേച്ചി എൻ്റെ അടുത്ത് ഒരു തമാശ എന്ന പോലെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ, ചേച്ചി എന്നല്ലേ പറഞ്ഞ് നമുക്ക് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പറഞ്ഞ്. പെട്ടെന്ന് ഞാനത് ചോദിക്കുന്ന സമയത്ത് ചേച്ചി എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ആകെപ്പാട് ഇന്നപോലെ കുറേ സമയത്താണ് നമുക്ക് ഒഴിവ് കിട്ടുന്നത്, അപ്പോൾ ഒന്ന് ആസ്വദിക്കാം, പിന്നെ ഒന്ന് ക്രിക്കറ്റ് കളിക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് നിന്നെ ഞാനിവിടെ പിടിച്ചിരുത്തിയത്. അത് ഞാൻ ഒരു തമാശ എന്ന പോലെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, നീ വേറെ ഒന്നും വിചാരിക്കണ്ട ഞാനിങ്ങനെ പറഞ്ഞെന്ന്. അങ്ങനെ പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ നാളെ തൊട്ടുള്ള ക്രിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റാം, അവിടെ പോകണ്ടല്ലോ, ചേച്ചിക്കൊരു കമ്പനി ആവും എന്നൊക്കെ പറയുന്ന സമയത്ത് ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേക്ക ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, നീ ഇന്നും ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല ക്രിക്കറ്റ് കളിക്കാനായിട്ടൊന്നും, ഞാൻ ചുമ്മാ പറഞ്ഞാണ് ചേച്ചിക്ക എന്ന് തന്നെ ചേച്ചി തീർത്ത് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ, ചേച്ചിക്ക് ലൈഫിൽ ആരാവണം എന്നായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുന്ന സമയത്ത് ചേച്ചി എന്നെ പറഞ്ഞു, എനിക്ക് സ്പോർട്സിലൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നടാ, പക്ഷേ കല്യാണം കഴിഞ്ഞ സമയത്ത് പിന്നെ ഒന്നും വെട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്, ഓരോരുത്തർക്കും ഓരോ ലൈഫുണ്ടല്ലോ, അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്ന് ചേച്ചി ഒരു വിഷമത്തോടെ പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ചേച്ചി ഉണ്ണിച്ചേട്ടൻ ഇതിനൊന്നും സപ്പോർട്ടല്ലേ, ചേച്ചിക്ക് സ്പോർട്സ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഉണ്ണിച്ചേട്ടൻ്റെ പറഞ്ഞൂടെ, പിന്നെ മൂപ്പരെന്തെങ്കിലുമൊക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്തു തരത്തില്ലേ ചേച്ചിക്ക് അങ്ങനെ ആവണം എന്നൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവം. ശേഷം ആ ഒരു സമയത്ത് തന്നെ ചേച്ചി മറുപടി പറഞ്ഞു, എന്ത് പറയാനെൻ്റെ ചെക്ക, അദ്ദേഹത്തിന് ഇതിനൊന്നും താല്പര്യമൊന്നുമില്ല, സ്പോർട്സ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയ മാറാല പോലെയാണ്, അങ്ങനെ ഒരു മനുഷ്യൻ്റെ അടുത്ത് ഞാനിതൊക്കെ എങ്ങനെ ചെന്ന് പറയാം, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, അത് ശരിയാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് ചേച്ചി പറയുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, അത് ശരിയാ, ഉണ്ണിച്ചേട്ടൻ ഒരു മുരടൻ തന്നെയാണ് ചില സമയത്ത്, ചേച്ചിയുടെ മനസ്സറിയാൻ ചേട്ടനറിയത്തില്ല, അത് എനിക്ക് തന്നെ അറിയാമായിരുന്നു. ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു രണ്ടുപേരുടെയും. ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ +2 പഠിക്കുന്ന സമയത്തായിരുന്നു രണ്ടുപേരുടെയും കല്യാണം. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ജനിച്ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു. അത് എൻ്റെ അമ്മൂമ്മയും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് പാടത്തെ വീടായിരുന്നു രണ്ടുപേരുടെയും. അപ്പം തൊട്ട് അവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് അന്ന് വീട്ടിലാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ജനിച്ച് വന്ന് കയറിയ സമയത്ത് തന്നെ അമ്മായിമ്മയായിട്ട് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് രണ്ടുപേരും ഇങ്ങോട്ട് മാറിയതും പിന്നെ ഇവിടെ ഒരു മില്ലിട്ടതും അങ്ങനെ അവരൊരു ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയതും. അങ്ങനെയാണ് ഞാനും ജനിച്ചേച്ചിയൊക്കെ
അത്യാവശ്യം കമ്പനിയാവുന്നത്. പിന്നെ ആ വന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ ഇടയ്ക്ക് ഇവിടെ പഠിപ്പിക്കാൻ വരുമ്പോഴും പിന്നെ ചില സമയത്ത് രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോഴൊക്കെ അങ്ങനെ സംസാരിക്കാറുണ്ട്. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഇതുവരെയും അങ്ങനെ മിണ്ടിയിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ എന്തൊക്കെയോ ആലോചിക്കുന്ന സമയത്ത് ചേച്ചി പെട്ടെന്ന് എടാ നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒന്നുമില്ല ചേച്ചി, ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച. പെട്ടെന്ന് ചേച്ചി വീണ്ടും ഒരു ക്യൂരിയോസിറ്റി തോന്നി. നീ എന്താ ആലോചിക്കുന്നത് ചെക്ക പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വീണ്ടും ഒന്ന് പ്രകോപിപ്പിച്ചു. സമയത്ത് ഞാൻ ഒന്നും വിചാരിച്ചില്ല, ചേച്ചി വന്ന സമയത്തുള്ള കാര്യങ്ങൾ ആലോചിച്ചത്. അതെന്ത് പാവായിരുന്നു ചേച്ചി, ഇത്രയും ആ ഒരു സ്മാർട്ട്നെസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആകെ ഒരു തങ്കക്കുടം പോലെ തക്കട് പോലെ അവിടെ മാറിയിരിക്കുന്ന ചേച്ചി. അതേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ എന്ന് പറയുമ്പോൾ ചേച്ചി പറഞ്ഞു, ആഹാ നിന്റെ വിചാരങ്ങളൊക്കെ കൊള്ളല്ലോ, നീ പോടച്ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അടുക്കളയിലേക്ക് കയറിപ്പോയി. എന്നിട്ട് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചിട്ട് ചോദിച്ചു, എടച്ചക്ക നിനക്ക് കഴിക്കാൻ വല്ലതും വേണോ, ഞാൻ ഉണ്ടാക്കാൻ പോവാ, നിനക്ക് ഇന്ന് അപ്പം ഉണ്ടാക്കി തരട്ടെ, തെള്ളരിയപ്പം. അത് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു. അട പോലെ ഇരിക്കുന്ന സാധനം, അതൊരു ചെറിയ ഇലയിൽ വെച്ചുണ്ടാകുന്ന ഒരു പലഹാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഞാൻ പറഞ്ഞു ചേച്ചി ഉണ്ടാക്കിയോ, ഞാൻ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ പുഞ്ചിരിയോടെ അതുണ്ടാക്കാൻ കയറി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു സോഫയിൽ തന്നെ. അപ്പോൾ എനിക്കൊരു കൊതി തോന്നി, ചേച്ചി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കൊതി. ഞാൻ പതുക്കെ അകത്തേക്ക് കയറി ചെന്നു അടുക്കളയിലേക്ക്. ആ സമയത്ത് ചേച്ചിയുടെ പുഞ്ചിരിയോടെ നീ അവിടെ നല്ല കുട്ടിയായിട്ട് അവിടെ പോയിരിക്കുക, ഇവിടെ വന്ന് ഇവിടെ എല്ലാം കുരുത്തക്കേടാക്കണ്ട എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു ചേച്ചി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ എന്നെ കണ്ടുപിടിക്കണമല്ലോ, അതിനാ വന്നത്. ആ അത് ശരിയാ, നീ ഭാവി കല്യാണം കഴിക്കുന്ന സമയത്ത് പെണ്ണിൻ്റെ ഒരു ഹെൽപ്പായിരിക്കും, അല്ലാതെ നിന്റെ ഉണ്ണിച്ചേട്ടനെ പോലെ ഇങ്ങനെ നമ്മളായിട്ട് കഷ്ടപ്പെടുത്തത്തില്ല. അതാകുമ്പം നല്ലൊരു കാര്യമായിരിക്കും, നീ വന്ന് കണ്ടുപിടിച്ചു. എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ ഇത് കണ്ടിട്ട്. ആ സമയത്ത് ചേച്ചി അങ്ങനെ പറയുന്ന സമയത്ത് ഞാനും ഒരു പുഞ്ചിരിയോടെ അവിടേക്ക് കയറി ചെന്ന് അതെല്ലാം നോക്കി നിന്നു. പെട്ടെന്ന് ചേച്ചി അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഒരു അതിശയത്തോടെ ചോദിച്ചു, ചേച്ചി എത്ര പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതിങ്ങനെ പുഴുങ്ങിയെടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അതെ പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുക്കുന്ന കാര്യങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പം ബോയിൽ ചെയ്യുന്ന ഫുഡാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കടാ, പിന്നെ അത്യാവശ്യം ഹെൽത്തി ആയിരിക്കും, വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ലല്ലോ എന്ന് ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ തന്നെ അത് പറഞ്ഞു. അത് ശരി ചേച്ചി, ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ മലയാളികളായ നമുക്ക് കഴിക്കാൻ മടിയായിരിക്കും അല്ലേ ചേച്ചി എന്ന് ചേച്ചി പറയുമ്പോൾ ചേച്ചി ഒരു മോഡലോടെ അത് കേട്ടു. എന്നെയും ഉദ്ദേശിച്ച് തന്നെയാണ്, ഞാനും പുഴുങ്ങി കഴിക്കാൻ അധികം മടിയുള്ള ഒരാൾ തന്നെയാണ്. പെട്ടെന്ന് ഞാൻ ചേച്ചിയെടുത്ത് ചോദിച്ചു, ഉണ്ണിച്ചേട്ടൻ എങ്ങനെയാ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ, ആൾക്ക് എങ്ങനെയാണ് പുഴുങ്ങിയ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണോ, അതോ ഈ പറയുന്നത് പോലെ ഇന്നപോലെ മസാല ചേർത്തുള്ള ഭക്ഷണങ്ങളൊക്കെ മാത്രമേ കഴിക്കത്തുള്ളൂ? പെട്ടെന്ന് ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, ആളത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫുഡേ കഴിക്കത്തുള്ളൂ, പിന്നെ ഷുഗർ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. അതൊക്കെ തന്നെ. എന്താ നീ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ഒന്നുമില്ല ചേച്ചി, ചേച്ചി ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. എന്തായാലും അങ്ങനെ നടക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡീസാണ് കേട്ടോ. ഈ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കും ടേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ തന്നെ കണ്ടുപിടിക്കണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ചേച്ചി ഒരു മുഴുവനായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. നീ എന്താണ് ചെക്ക ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങളെപ്പോലെ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടി നല്ലത് നീ വേറെ എന്തെങ്കിലും നോക്കി കണ്ടുപിടിക്കുന്നതാണ് ചേച്ചി ഒരു പുഞ്ചിരിയോടെ പറയുമ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എന്താ ചേച്ചി നിങ്ങൾ റോൾ മോഡലല്ലേ, ഇവിടെ എല്ലാ സ്ത്രീകളാണെങ്കിലും ശരി തന്നെ നിങ്ങളെ നോക്കി കണ്ടാണ് പഠിക്കുന്നത്. നിങ്ങളുടെ ആ സ്നേഹം, പരസ്പരം ആ ഒരു ബഹുമാനം, ആ കാര്യങ്ങളൊക്കെ ഇവിടെ മറ്റാർക്കും ഇല്ല. ബഹുമാനം, സ്നേഹം അതൊക്കെ പുറമേ കാണിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ഉള്ളിൽ നിന്ന് വരണം, അതാണ് മോനെ എപ്പോഴും വേണ്ടത് എന്ന് ചേച്ചി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. നീ ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത് നീ പെണ്ണിനെ മനസ്സിലാക്കാൻ നോക്കണം, അതാണ് ഏറ്റവും വലുത്, അതല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാൻ പോകരുത് എന്ന് ചേച്ചി എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു. അത് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ ചേച്ചി അങ്ങനെയൊക്കെ ഒരു ടോക്ക്, നിങ്ങളുടെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അത് എപ്പോഴും വെറൈറ്റിയാണ് ചേച്ചി, ചേച്ചിക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ചേച്ചിയുടെ തന്നെ പറഞ്ഞു. ചേച്ചി ആ സമയത്ത് ഒരു പുച്ഛത്തോടെ ഒരു പുഞ്ചിരിയോടെ എന്നെ നോക്കി. ആ ടൈമിൽ ഞാനിങ്ങനെ ആലോചിച്ചു, ചേച്ചി എന്തായിരിക്കും ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി ചേച്ചി എന്തോ മനസ്സിൽ ആലോചിക്കുന്നുണ്ടെന്ന്. ആ
ഏതായാലും നീ ഇതൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇതിനകത്ത് എങ്ങനെയാ, നിനക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് എനിക്ക് നോക്കട്ടെ എന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് ഞാനത് വാങ്ങിച്ചു വെച്ചു. നല്ല ഒന്നാന്തരം അപ്പമായിരുന്നു അത്. അങ്ങനെ അത് ഞാനിങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സാധനം. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു.